ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് റവയും നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത് കേട്ടോ. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നീട് 3 നേന്ത്രപ്പഴവും കൂടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഴുത്ത 3 നേന്ത്രപ്പഴം കേട്ടോ. ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഈ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടും കൂടിയുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ആ ഒരു കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ശേഷം നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു പഴത്തിന് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പഴത്തിനൊക്കെ നല്ല മധുരമുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതങ്ങ് ഉടഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരണം. ആ ഒരു നെയ്യിൽ കിടന്നൊന്ന് വഴണ്ടി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഞാനൊന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തേങ്ങയും നേന്ത്രപ്പഴവും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നെടുത്ത് കോരി മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഇതേ കടായിലേക്ക് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് റോസ്റ്റ് ചെയ്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. റവയൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു ഇത്തിരി നേരം കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. റവ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് തിക്കായിട്ട് വരും. അതുവരെ വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റവയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ സമയത്ത് കുറച്ചുകൂടി ഒന്ന് ലൂസ് ആവും കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇതൊന്ന് ലൂസായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും നേന്ത്രപ്പഴവും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതൊരു പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന വരെയാണ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും മുന്തിരിങ്ങയും നേന്ത്രപ്പഴവും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നാക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരുപാട് താമസിച്ചിട്ട് ചെയ്യരുത്. ആ ഒരു ചൂടോടുകൂടി തന്നെ വേണം ഇതൊന്ന് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് വിടുവിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം റവ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.